ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയെ പിടികൂടുന്നതിനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മൂവാറ്റുപുഴ ഡിവൈഎസ്പി കെ.ആർ. മനോജ് നേതൃത്വം നൽകും. ആയങ്കിയെ പിടികൂടേണ്ടത് പോലീസിന്റെ അഭിമാന പ്രശ്നമാണെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. കാടിളക്കിയുള്ള തെരച്ചിലിനാണ് പോലീസിന്റെ നീക്കം. കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ പ്രശാന്ത് കുമാറിനെതിരെ ഭീഷണി മുഴക്കിയതിന്റെ പേരിലുള്ള ജാമ്യമില്ലാ കേസുമായി ബന്ധപ്പെട്ടാണ് അർജുൻ ആയങ്കിയും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നത്. ആയങ്കിയുടേതായി സോഷ്യൽ മീഡിയയിലൂടെ ഒന്നിനു പുറകെ ഒന്നായി പോസ്റ്റുകൾ പുറത്തുവരികയാണ്. ആഭ്യന്തര വകുപ്പിനെയും മന്ത്രി രമേശ് ചെന്നിത്തലയും വരെ വെല്ലുവിളിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ആയങ്കിയുടെ അറസ്റ്റ് പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നത്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സ്പെഷ്യൽ സ്ക്വാഡാണ് അർജുൻ ആയങ്കിക്കായി വലവിരിച്ചിരിക്കുന്നത്. ഇയാൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നതായുള്ള സംശയവും പോലീസിനുണ്ട്. സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾക്ക് പിന്നിൽ ആയങ്കിയുടെ സംഘത്തിലെ മറ്റാരോ ആണെന്ന സൂചനയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പുന്നേക്കാട് റിസോർട്ടിൽ നിന്ന് കസ്റ്റഡിയിലായി പോലീസ് സ്റ്റേഷനിൽ കഴിയുമ്പോഴും അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇക്കാര്യം പോലീസ് അന്ന് അവഗണിക്കുകയാണ് ചെയ്തത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുകയാണ് ആയങ്കി. സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടുന്നതിന് തടയിടുന്നതിനാണ് പോലീസിന്റെ നീക്കം. അതിനു മുമ്പേ തന്നെ ഒളിവിടം കണ്ടെത്തി ആയങ്കിയെ പിടികൂടാനുള്ള തത്രപ്പാടിലാണ് പോലീസ്. GTV ന്യൂസ്, കോതമംഗലം.